Hi friends, welcome to Anjali's Food Court. ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് 4 മണി പലഹാരമാണ്. ഇത് വലിയ പലഹാരമൊന്നുമല്ല. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കില്ലേ, ആ സമയത്ത് 2-3 ഒക്കെ ബാക്കി വന്നോന്ന് ചോദിക്കുക. അപ്പോൾ എന്താ ചെയ്യുക? വിശക്കുന്ന സമയത്ത് എടുത്ത് കഴിക്കും. ഇല്ല, നമുക്ക് ഡിന്നറിന് കഴിക്കാമെന്ന് വെച്ചിട്ട് അത് എടുത്ത് വയ്ക്കും അല്ലേ. ഇനി അങ്ങനെ ചെയ്യാതെ ഇപ്പോൾ എല്ലാവരും ചെയ്യുന്നതായിരിക്കും, അറിയാത്തവർക്കായിട്ടാണ് ഈ പറഞ്ഞിരുന്നത്. ഒരു സ്നാക്ക് രൂപത്തിൽ നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാം. നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഉണ്ടാവും, അതുകൂടെ പ്രസ് ചെയ്താലാണ് ഞാൻ വീഡിയോസ് തരുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരിക. ഈസി ആയിട്ടുള്ള 4 മണി പലഹാരം ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ട് നമുക്ക് എന്താ വേണ്ടത്? ചപ്പാത്തി വേണം. ചപ്പാത്തി ഞാൻ കാലത്ത് ഉണ്ടാക്കിയത് എടുത്തിരിക്കുകയാണ്. ഇപ്പോൾ ഒരു 3:30 കഴിഞ്ഞിട്ടുണ്ട്. ചായയുടെ കൂടെ സ്നാക്കായിട്ട് കഴിക്കാനാണ് ഞാൻ ഉണ്ടാക്കുന്നത്, നേരത്തെ പറഞ്ഞുല്ലോ. അപ്പോൾ ഞാനൊരു 4 ചപ്പാത്തി എടുത്തിട്ട് ഇത് കട്ട് ചെയ്തിട്ട് ഒരു ചെറിയ സ്ക്വയർ ഷേപ്പിലോ അല്ലെങ്കിൽ കൈ കൊണ്ട് പിച്ചിട്ട് ഇങ്ങനെ ഇടില്ലേ, അതുപോലെ എടുക്കാം. അതായത് ഇതുപോലെ കേട്ടോ. അധികം ചെറുതാക്കും വേണ്ട, എന്നാൽ വെച്ചാൽ നല്ല വലുതാക്കും വേണ്ട. അപ്പോൾ കൈ കൊണ്ട് പിച്ച് ചീന്തി ഇടുകയാണെങ്കിലും നല്ല ചെറുതാക്കരുത് എന്നാണ് പറയുന്നത്. കഴിക്കാൻ സുഖത്തിന് നമുക്ക് ഇതേപോലെ ആക്കിയാലാണ് നല്ലത്. ഇനി ഇതിനെ നമുക്ക് എന്ത് ചെയ്യണം? നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ നല്ലൊരു സ്നാക്ക് തന്നെയാണ്. നന്നായിട്ട് കറുമുറാന്ന് തന്നെ എടുത്ത് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കാണ് കേട്ടോ അത്. ഇനി ഫ്രൈ ചെയ്യാം. ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഞാനിപ്പോൾ സ്റ്റൗവിലേക്ക് ഒരു കടായി വെച്ചു. അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണയോ ഓയിലോ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഓയിലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതും മുക്കി പൊരിക്കാനുള്ള രീതിയിൽ ഒഴിച്ച് കൊടുക്കണം കേട്ടോ. ചെറുത് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണ പോലെ അങ്ങോട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കരുത്, അതത്ര ടേസ്റ്റ് കിട്ടില്ല. ശരിക്കും മുക്കി പൊരിച്ചാലാണ് ഇതിൻ്റെ ടേസ്റ്റ് വരിക. അപ്പോൾ നന്നായി വെട്ടി തിളയ്ക്കുമ്പോൾ ഇതേപോലെ ചപ്പാത്തി കഷ്ണങ്ങൾ അതിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഏകദേശം ഒരു മിനിറ്റൊക്കെ മതി. അപ്പോഴത്തേക്ക് നമ്മുടെ ചപ്പാത്തി ഫ്രൈ ആയിട്ട് വരും. അപ്പോൾ അതായി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോഴല്ലേ എല്ലാ ഭാഗത്തേക്കും ഒരുമിച്ച് അങ്ങോട്ട് എത്തുള്ളൂ. ഇനി നന്നായിട്ട് എണ്ണയെന്ന് അങ്ങോട്ട് ഊറ്റിയെടുക്കുക. ഒരു മിനിറ്റൊക്കെ ആകുമ്പോഴത്തേക്കും റെഡിയായി. ഇനി നമുക്ക് ഒരു ടിഷ്യൂ പേപ്പറിലേക്കോ ഇല്ല എണ്ണ വാലാനുള്ള ഒരു പാത്രത്തിലേക്കോ ഇതിങ്ങനെ ഊറ്റിയിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ തന്നെ 2-3 ട്രിപ്പൊക്കെ നമുക്ക് വറുത്തെടുക്കാനുള്ളത് ഉണ്ട്, ഒരു 3-4 ചപ്പാത്തി എടുക്കുകയാണെങ്കിൽ. അപ്പോൾ ഇത് 2-3 ദിവസമൊക്കെ നല്ല ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിലൊക്കെ അടച്ചു വെക്കുകയാണെങ്കിൽ ഇതേപോലെ തന്നെ ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടും. അപ്പോൾ ഇത് തണുത്ത് പോകേണ്ട ഒരു പ്രശ്നമേ വരില്ല. നമ്മൾ വെറുതെ ഇങ്ങനെ ഒരു പ്ലേറ്റിൽ വെച്ച് പോയാലും കുറച്ച് നേരം കഴിയുമ്പോൾ അതുപോലെ തന്നെ ഉണ്ടാവും. നല്ലൊരു കറുമുറ സ്നാക്കാണ്. ചായയുടെ കൂടെയൊക്കെ നല്ലൊരു സ്നാക്കാണ്. ഇപ്പോൾ ഇതൊക്കെ പണ്ട് എൻ്റെ അമ്മൂമ്മ ഒന്നുമില്ലാത്ത സമയത്ത് പറ്റിക്കുന്ന പരിപാടിയാണ്. തട്ടിക്കൂട്ട് പരിപാടികളില്ലേ, അപ്പോൾ ചപ്പാത്തിയൊക്കെ ബാക്കിയുണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ വറുത്ത് വെക്കും. വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യാറ് കേട്ടോ. ഓയിലൊന്നും ഇല്ലല്ലോ ആ സമയത്ത്. അപ്പം അമ്മയുടെ വീട്ടിൽ നിറച്ച് വെളിച്ചെണ്ണയുണ്ട്. അപ്പോൾ ഇതിങ്ങനെ വെളിച്ചെണ്ണയിലാക്കിയെടുക്കുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ്. വെളിച്ചെണ്ണയും അതുപോലെ തന്നെ ഈ ചപ്പാത്തി ഫ്രൈ ആയി വരണേൻ്റെ ഒരു മണം നല്ല രസമാണ്. പിന്നെ കുറേ ഇതേപോലെ തന്നെ കുറേ തട്ടിക്കൂട്ടുകളൊക്കെ ഇങ്ങനെ ഉണ്ടാക്കും 4 മണിക്ക് സ്കൂൾ വിട്ട് വരുന്ന സമയത്തേ. അപ്പോൾ അതിൻ്റെ കുറച്ചൊക്കെ ഞാൻ മുന്നിട്ടിട്ടുണ്ട്. ചപ്പാത്തിയുടെ തന്നെ ഒരു സ്പൈസി ആയിട്ടുള്ളൊരു സ്നാക്ക്, അത് നിങ്ങൾ നോക്കിക്കോളൂ കേട്ടോ. ഞാൻ ലിങ്ക് ഇടാം, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ നോക്കിക്കോളൂ. ചപ്പാത്തി ബാക്കി വന്ന ചപ്പാത്തിയും അതുപോലെ തന്നെ മുട്ടയൊക്കെ ഉടച്ച് വെച്ച് നല്ലൊരു കൊത്തു പൊറോട്ട സ്റ്റൈലിൽ നമ്മൾ ഉണ്ടാക്കിയതാണ്. പക്ഷേ കൊത്തു പൊറോട്ടയുടെ അതേ രീതിയൊന്നും അല്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഇങ്ങനത്തെ ഒരു സ്നാക്കൊക്കെ ആകുമ്പോൾ നമുക്ക് പ്രശ്നമില്ല, വീട്ടിൽ തന്നെ ഉണ്ടാക്കി കഴിക്കാവുന്നതാണ്. പുറമേ നിന്ന് വാങ്ങൊന്നും വേണ്ട. അപ്പോൾ വെറുതെ ഇങ്ങനെ ചപ്പാത്തി കഴിക്കണേക്കാട്ടും നല്ലത് ഇതേപോലെ വേറെ പുതിയൊരു രൂപത്തിൽ കഴിക്കുമ്പോൾ ടേസ്റ്റും വേറെയാണ്, ഇഷ്ടമാവുകയും ചെയ്യും. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. നല്ല കുറേ റെസിപ്പീസൊക്കെ കുറേ പേര് ട്രൈ ചെയ്തിട്ട് എനിക്ക് ഫോട്ടോസൊക്കെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് താങ്ക്സ് ഉണ്ട് എല്ലാവർക്കും. മെയിൽ ID കൊടുത്തപ്പോൾ തന്നെ എത്ര പേരെ ഫോട്ടോസ് അയച്ചു തരണേന്ന് അറിയാം. ഞാൻ ഒരു ദിവസം നിങ്ങളുടെ എല്ലാ റെസിപ്പീസും ഒരു ദിവസം ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കഴിഞ്ഞ അതിൻ്റെ മുന്നത്തെ ആഴ്ച ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാ ഇപ്പോൾ വീണ്ടും നമുക്കൊരു വീഡിയോ ചെയ്യാനുള്ളത് കിട്ടിയിട്ടുണ്ട്. ചപ്പാത്തി ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിക്കോളൂ, അറിയാത്തവർ കേട്ടോ. പിന്നെ സൗണ്ട് കേട്ടപ്പോൾ തന്നെ മനസ്സിലായില്ലേ, നല്ല ക്രിസ്പിയാണ്, ക്രഞ്ചിയാണ് എന്ന്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫോട്ടോസ് അയച്ചു തരാൻ മറക്കരുത്. പുതിയ റെസിപ്പിയായിട്ട് വേഗം തന്നെ വരുന്നതായിരിക്കും. പതിവ് പോലെ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. ടാറ്റാ, താങ്ക് യു.